ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തുമ്യാലിൽ. ഇന്ന് നമുക്കൊരു ഗ്രാമർ ഗെയിം ചലഞ്ച് ചെയ്താലോ? നിങ്ങൾക്കും ഗ്രാമർ അറിയാം, നന്നായിട്ട് അറിയാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അതല്ല, ഒട്ടും അറിയില്ല എന്നും കരുതുന്നുണ്ട്. രണ്ടാളിലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ 5 സെന്റൻസുകൾ ഡിസ്കസ് ചെയ്യും. ഞാൻ നിങ്ങളോട് 5 സെന്റൻസുകൾ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും. അതിന് നിങ്ങൾ എന്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കണം. അതിനകത്ത് തെറ്റുണ്ടാവും, അത് കണ്ടുപിടിക്കുക. ഞാൻ അത് കഴിഞ്ഞിട്ട് അതിന് തെറ്റെന്താന്ന് പറഞ്ഞു തരും. അപ്പൊ അതാണ് നമ്മളൊരു ഗെയിം പോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ സ്കോറൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റാ. സോ വേഗം ബുക്ക് എടുത്തോ. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കറക്റ്റ് ആൻസർ ആണോ റോങ് ആൻസർ ആണോ ചെയ്തത് കണ്ടുപിടിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം സ്കോർ നമ്മൾ നോക്കും. എങ്ങനെയായി, ഗെയിം ജയിച്ചോ, പാസ്സായോ, ഫെയിലായോ, അടിപൊളിയായി ചെയ്തോ എന്നൊക്കെ അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാന് ഒരു സെന്റൻസ് കാണിച്ചു തരും. അതിന്റെ സൈഡിൽ ഒരു ടൈമർ ഉണ്ടാവും. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കണം. തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് നിങ്ങൾ അത് ബുക്കിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് തെറ്റ് പറഞ്ഞു തരും. അത് നിങ്ങളും കറക്റ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. അങ്ങനെ 5 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ 5 പോയിന്റ്. സെറ്റ് അല്ലേ? അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഐ കുഡ് ഓഫ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഐ വാസ് ടു ടയേർഡ്. തെറ്റ് കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് തെറ്റെന്ന്. ഇവിടെ വേർബിന്റെ ഫോം തെറ്റിപ്പോയി. അതായത് കുഡ്, വുഡ്, ഷുഡ് ഇതുപോലത്തെ മോഡൽ ഓക്സിലറി വെർബുകളുടെ കൂടെ നമ്മൾ എപ്പോഴും വേർബിന്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്യാറ്. അതായത് കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി എന്നാണ് വരേണ്ടത്, കുഡ് ഓഫ് അല്ല. അപ്പൊ കറക്റ്റ് സെന്റൻസ് ഇതാണ്. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഐ വാസ് ടു ടയേർഡ്. ഇനി വേർബ് ഫോംസ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിനകത്ത് കയറിയാൽ നോക്കാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തേക്കാം. എങ്കില് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ? ദ ടീച്ചർ ഗേവ് ദ ടെസ്റ്റ് ടു സാറ ആൻഡ് ഐ. ഇവിടുത്തെ മിസ്റ്റേക്ക് പ്രൊനൗൺ ആണ്. ദ ടീച്ചർ ഗേവ് ദ ടെസ്റ്റ് ടു സാറ ആൻഡ് മീ എന്നാണ് വരേണ്ടത്, ഐ എന്നല്ല. ഐ എന്ന് പറയുന്നത് നമ്മളെ സെന്റൻസിന് തുടക്കത്തിലാണെങ്കിൽ, അതായത് സബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിട്ട് വരുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ അവസാനം വന്നേക്കണത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നേക്കണത്. അപ്പൊ ഐ ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോ, ഐ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിട്ട് മാറുമ്പോ അവിടെ മീ എന്നാവണം. അപ്പൊ കറക്റ്റ് സെന്റൻസ് ദ ടീച്ചർ ഗേവ് ദി ടെസ്റ്റ് ടു സാറ ആൻഡ് മീ എന്നാണ്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഇച്ചിരി ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇതാ വരുന്നു നിങ്ങൾക്കായിട്ട് ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ. ഷീ ഈസ് ദ മോസ്റ്റ് സ്മാർട്ടസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. ഷീ ഈസ് ദ മോസ്റ്റ് സ്മാർട്ടസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. ഈ സെന്റൻസിൽ ചേരാൻ പാടില്ലാത്തത് ചേർന്നു. മോസ്റ്റും സ്മാർട്ടസ്റ്റും കൂടെ വരാൻ പാടില്ല. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി അല്ലേ? മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് മോസ്റ്റ് സ്മാർട്ടസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ? അതായിരിക്കും നിങ്ങളുടെ ചിന്ത അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അകത്താ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. അത് അഡ്ജക്റ്റീവിന്റെ ഫോംസ് ആണ്. ഈ പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ് തന്നെ ചില കേസുകളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് 3 ഡിഫറെന്റ് വേർഡ്സ് ആണ്. എന്നാൽ ചിലതില് സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, സ്മാർട്ടിന്റെ കൂടെ ERഉം ESTയും ചേർത്തിട്ട് കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും വന്നു. പക്ഷെ വേറെ ചിലതില് മോസ്റ്റും മോറും ഒക്കെ ചേർക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ.
പക്ഷേ ഇതിൽ ഏതിന്റെ അകത്താ ഈസ്റ്റ് ചേർക്കണ്ടേ, ഏതിന്റെ അകത്താ മോസ്റ്റ് ചേർക്കണ്ടേ എന്നൊക്കെയാണ് പൊതുവെയുള്ള കൺഫ്യൂഷൻ. അതിനൊരു എളുപ്പപ്പണിയുണ്ട്. ആ എളുപ്പപ്പണി ഞാൻ എന്റെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കതറിയണോ? എന്റെ ക്ലാസ്സുകൾ ഫുള്ള് ഉഡായിപ്പാ. ഞാൻ കുറെ എളുപ്പ വഴികളും കുറെ ട്രിക്സും പറഞ്ഞുതരും. നമുക്ക് പഠിച്ചാ പോരെ, അതിപ്പോ എങ്ങനെ പഠിച്ചാലെന്താ അല്ലേ? അപ്പോ അങ്ങനത്തെ എളുപ്പ വഴികൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും പിൻഡ് കമന്റ് ആയിട്ടും ഞാൻ കൊടുത്തേക്കാം. കഥ പറഞ്ഞു പറഞ്ഞ് ഈ സെന്റൻസിന്റെ കറക്റ്റ് ഉത്തരം പറയാൻ വിട്ടുപോയി. കറക്റ്റ് ഉത്തരം ഷീ ഈസ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ് എന്നാണ്. ഈ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയവര് ഒന്ന് കമന്റ് ചെയ്താക്കാവോ? സ്മാർട്ടസ്റ്റ് എന്നാണോ നിങ്ങൾ കരുതിയത്, അതോ മോസ്റ്റ് സ്മാർട്ട് എന്നാണോ നിങ്ങൾ കരുതിയത്? ഒന്ന് പറയണേ. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദേ ആർ ഗോയിങ് ടു ദ സ്റ്റോർ ലേറ്റർ ടുഡേ. ഞാൻ ആ സെന്റൻസ് വായിച്ചപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണും എന്താണെന്നല്ലേ. ഇത് കൺഫ്യൂസിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. അതായത് ദെയർ ഉണ്ട്, ദേ ആറുണ്ട്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ ആൾക്കാർ വളരെ 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 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദെയർ എന്നാണ് എഴുതിയിരുന്നത്. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്ന മീനിങ് ആണ്. പക്ഷെ അവിടെ എന്താ വരണ്ടേ? ദേ ആർ, അവർ എന്നാണ് വരേണ്ടത്. അവര് ഇന്ന് മാർക്കറ്റിൽ പോകുന്നുണ്ട് എന്നാ പറഞ്ഞേ, അല്ലാതെ അവരുടെ എന്നല്ല വരേണ്ടത്. അവരുടെ എന്ന മീനിങ്ങിലാണ് ദെയർ വരിക. ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന വരാം. ഈ ദേ ആർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ദേ കഴിഞ്ഞ് അപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ട് ആർ ഇടുന്നത്. സോ ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നാണ് വരേണ്ടത്. മാർക്കറ്റ് അല്ല, ക്വസ്റ്റ്യനകത്ത് സ്റ്റോർ ആണ്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, എനിക്കത് മതി. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ മാർക്കൊക്കെ എഴുതി വെച്ചോ? എന്തുണ്ട് ഈ ഗെയിമിന്റെ സ്കോർ എത്രയായി? ഈ ഗ്രാമർ ചലഞ്ച് ഒക്കെ എങ്ങനെ പോണു? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമെങ്കിൽ ഒരു ലൈക്ക് തരണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ചെയ്യാന്നേ. ലൈക്ക് അടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹി പ്ലേസ് ദ പിയാനോ ഗുഡ് ബട്ട് ഹി സിങ്സ് ബാഡ്. ഈ ചോദ്യത്തിന് ഒരു ക്ലൂ ഉണ്ട്. ഇവിടെ ഒന്നല്ല, രണ്ട് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളിൽ കുറെ പേർക്കെങ്കിലും ഈ ചോദ്യത്തിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് കേട്ടപ്പോ മനസ്സിലായി. പക്ഷെ എന്താണ് മിസ്റ്റേക്ക് എന്ന് അറിയണ്ടാവില്ല. അങ്ങനെയായിരിക്കും മിക്കവാറും, അല്ലെ? ശരിയല്ലേ? അങ്ങനെയാണ് എന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. കേട്ടപ്പോ തെറ്റാ, പക്ഷെ എന്താ തെറ്റെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഈ സെന്റൻസില് അഡ്വർബിന് പകരം അവര് അഡ്ജക്റ്റീവിന് ചേർത്തു. അഡ്വർബും അഡ്ജക്റ്റീവ് എന്താണെന്നറിയോ? അഡ്വർബ് എന്ന് പറഞ്ഞാൽ വേർബിനെ വിശേഷിപ്പിക്കുന്നത്, ക്രിയാവിശേഷണം എന്ന് മലയാളത്തിൽ പറയും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നത്, അഥവാ നൗണിനെ പറ്റി പുകഴ്ത്തി പറയുന്ന സാധനം. അപ്പൊ ഈ നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് നാമവിശേഷണം എന്ന് മലയാളത്തിൽ പറയും. മലയാളം നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇവിടെ ഗുഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഗുഡ് അല്ല, വെല്ലാണ് വരേണ്ടത്. വെൽ ഒരു അഡ്വർബാണ്. അതേപോലെ ബാഡ് ഒരു അഡ്ജക്റ്റീവാണ്. നമുക്ക് ബാഡ് അല്ല വേണ്ടത്, അഡ്വർബാണ് വേണ്ടത്. അഡ്വർബ് ബാഡ്ലി ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ, ഹി പ്ലേസ് ദ പിയാനോ വെൽ ബട്ട് ഹി സിങ്സ് ബാഡ്ലി. ഗ്രാമർ ഗെയിം ചലഞ്ച് ഇച്ചിരി പാടായിരുന്നല്ലേ? സാരമില്ല, ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ചല്ല, നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ മോശമാണെന്നൊന്നും പറയില്ല. ഒരു രീതിയിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ തെറ്റി പോകുമ്പോ ഇതൊക്കെ പറഞ്ഞുതരാനല്ലേ ഞാനിവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒത്തിരി ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നല്ല ഉഡായിപ്പുകളൊക്കെ ഉപയോഗിച്ച്, ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിച്ച് തകർക്കണം. വേഗം ജോയിൻ ചെയ്തോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ട്, കമന്റ് സെക്ഷനിലും ലിങ്ക് ഉണ്ട്. ഒത്തിരി പൈസയൊന്നും ആവൂല, അതൊന്നും കരുതണ്ട. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവേ ചെയ്യുള്ളൂ. അപ്പോൾ
ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, എന്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കുക, കുറെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു മാർക്കെങ്കിലും കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിട്ടും, എന്റേത് മാത്രമല്ല. അപ്പൊ അങ്ങനത്തെ ആ വീഡിയോസിന്റെ ഇടയിൽ എന്നെ കാണാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല. അറിയണ്ടേ? വേണം. അപ്പൊ ശരി എന്നാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മൈ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.